നമസ്കാരം, ADV ന്യൂസിലേക്ക് സ്വാഗതം. അഞ്ചലിൽ മോട്ടോർ വാഹന വകുപ്പ് മിന്നൽ പരിശോധന നടത്തി. നിരവധി വാഹനങ്ങൾ പിടിച്ചെടുത്തു. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. അഞ്ചലിൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ കാറ്റിൽ പറത്തി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ വ്യാപകമാകുന്നു. നടപടി സ്വീകരിക്കേണ്ട അധികൃതർ നോക്കുകുത്തിയാകുന്നതായി ആക്ഷേപം. അഞ്ചലിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ മിന്നൽ പരിശോധന. നിരവധി വാഹനങ്ങൾ പിടിച്ചെടുത്തു. ചക്കുവരയ്ക്കൽ കൊട്ടാരക്കര പാതയിൽ പലയിടത്തും റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ. അഗസ്ത്യക്കോട് അങ്കണവാടിക്ക് സമീപം കടന്നൽക്കോട്. പരിഭ്രാന്തിയോടെ പ്രദേശവാസികൾ. കോക്കാട് കൊട്ടാരക്കര പാതയിലെ മേലിട പാലം അപകടാവസ്ഥയിൽ. കൈവരികൾ ഇടിഞ്ഞ നിലയിൽ. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ കാറ്റിൽ പറത്തി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ വ്യാപകമാകുന്നു. നടപടി സ്വീകരിക്കേണ്ട അധികൃതർ നോക്കുകുത്തിയാകുന്നതായി ആക്ഷേപം. കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ കാറ്റിൽ പറത്തി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നത് അഞ്ചലിൽ വ്യാപകമാവുകയാണ്. അഞ്ചൽ സൊസൈറ്റി ജംഗ്ഷന് സമീപം KSEB ലൈൻ കമ്പിയോട് ചേർന്ന് നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ല. KSEBയുടെ പോസ്റ്റ് വളച്ചാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതെന്നാണ് ആക്ഷേപം. ലൈൻ കമ്പികൾക്ക് സമീപത്തായി കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ നിശ്ചിത അകലം പാലിക്കണമെന്ന നിർദ്ദേശവും ഇവിടെ കാറ്റിൽ പറത്തിയിരിക്കുകയാണ്. നിയമലംഘനങ്ങൾ തുടർക്കഥയാകുമ്പോഴും KSEB അധികൃതർ ഇതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്നു. അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ തടയാനോ നിയമങ്ങളും ചട്ടങ്ങളും നടപ്പിൽ വരുത്താനോ വേണ്ട നടപടികളും ഉണ്ടാകുന്നില്ല. KSEBയുടെ പോസ്റ്റ് വളച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി ആരോപണം ഉയരുമ്പോഴും അന്വേഷണം നടത്താൻ KSEB തയ്യാറായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചലിൽ മോട്ടോർ വാഹന വകുപ്പ് മിന്നൽ പരിശോധന നടത്തി. നിരവധി വാഹനങ്ങൾ പിടിച്ചെടുത്തു. അഞ്ചലിൽ വെള്ളിയാഴ്ച രാവിലെ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ മിന്നൽ പരിശോധനയിൽ നിരവധി വാഹനങ്ങൾക്കെതിരെ കേസെടുത്തു. സെന്റ് ജോൺ സ്കൂളിന് മുന്നിലായിട്ടായിരുന്നു രാവിലെ പരിശോധന ശക്തമാക്കിയത്. ജോയിന്റ് RTO R രാജീവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പരിശോധന. ഹെൽമറ്റ് ധരിക്കാതെ വാഹനമോടിച്ച 40 പേർക്കെതിരെയും 18 വയസ്സിനു താഴെ പ്രായമുള്ള 10 പേർക്കെതിരെയും 8 സമാന്തര സർവീസുകൾക്കെതിരെയും കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. 6 വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ മനോജ്, സജി, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ഫിറോസ്, അബ്ദുൾ സലീം, അനീഷ് തുടങ്ങിയവരാണ് അഞ്ചലിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശോധനകൾക്ക് നേതൃത്വം നൽകിയത്. ചണ്ണപ്പേട്ട, കുളത്തൂപ്പുഴ, ഏഴംകുളം, പുനലൂർ എന്നിവിടങ്ങളിലും മോട്ടോർ വാഹന വകുപ്പ് പരിശോധന കർശനമാക്കുന്നുണ്ട്. ലൈസൻസ് ഇല്ലാതെ വാഹനമോടിക്കുന്നവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. കർശനമായ മോട്ടോർ വാഹന വകുപ്പിന്റെ തിരുവനന്തപുരം ട്രാൻസ്പോർട്ട് കമ്മീഷണറേയും ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണറേയും നിർദ്ദേശാനുസരണം ഇന്ന് രാവിലെ 6 മണി തൊട്ട് അഞ്ചൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രൈവറ്റ് വാഹനങ്ങൾ സർവീസ് നടത്തുന്നു, സമാന്തര സർവീസ് നടത്തുന്നു എന്നുള്ള വിവരത്തിൻ്റെയും ഹെൽമറ്റ് ഇടാതെ ആളുകൾ യാത്ര ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയായ ചെക്കിങ്ങാണ്. തുടർന്ന് അഞ്ചൽ സെൻറ്റ് ജോൺ സ്കൂളിൻ്റെ മുമ്പിലും പ്രൈവറ്റ് വാഹനങ്ങളിൽ കുട്ടികളെ കുത്തി നിറച്ച് കൊണ്ടുവരുന്നതായ പരാതി ലഭിച്ചിട്ടുണ്ട്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ചെക്കിങ് നടത്തിയത്. 6 വാഹനങ്ങളോളം അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചെടുക്കുകയും എന്നിട്ട് 35-40 വാഹനങ്ങൾക്കെതിരെ ഹെൽമറ്റ് ധരിക്കാതെ വന്ന 35-40 സ്കൂട്ടർ യാത്രക്കാർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. തുടർന്നുള്ള ദിവസങ്ങളിലും വളരെ കർശനമായ ചെക്കിങ്, സമാന്തര സർവീസിനെതിരെ കർശനമായ ചെക്കിങ് അഞ്ചൽ പ്രദേശത്തുണ്ടായിരിക്കുന്നതാണ്. തുടർ നടപടികൾ ഈ വാഹനങ്ങളുടെ പെർമിറ്റ്, ഈ വാഹനങ്ങളുടെ RC ബുക്ക് ബഹുമാനപ്പെട്ട ജോയിൻ്റ് RTOയ്ക്ക് ഇന്ന് തന്നെ സമർപ്പിക്കുന്നതാണ്. ചെക്ക് റിപ്പോർട്ട് അദ്ദേഹം ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും. ഇതിന് പെർമിറ്റ് എടുപ്പിക്കും. ഇതിനുശേഷം മാത്രമേ സർവീസിലൊക്കെ തുടർന്നുള്ളൂ. ഇപ്പം പിടിച്ച വണ്ടി അതിന് കേസെടുത്തിട്ടുണ്ട് ഉണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. തടിക്കാട് ചക്കുവരയ്ക്കൽ പാതയിൽ രൂക്ഷഗന്ധം പരത്തി കോഴിവേസ്റ്റ് തള്ളുന്നു. ആളൊഴിഞ്ഞ ഇടങ്ങളിലാണ് കോഴിവേസ്റ്റ് നിക്ഷേപം വ്യാപകമാകുന്നത്. തടിക്കാട് ചക്കുവരയ്ക്കൽ പാതയിലാണ് രൂക്ഷഗന്ധം പരത്തി കോഴി വേസ്റ്റ് തള്ളുന്നത്. ആളൊഴിഞ്ഞ സ്ഥലങ്ങൾ മുതലെടുത്താണ് മാലിന്യ നിക്ഷേപം വ്യാപകമായിക്കൊണ്ടിരിക്കുന്നത്. പ്രദേശത്ത് രൂക്ഷഗന്ധമാണ് ഇതുമൂലം സൃഷ്ടിക്കപ്പെടുന്നതും. തെരുവ് നായ്ക്കൾ ഉൾപ്പെടെ മാലിന്യം റോഡിലൊട്ടാകെ വലിച്ചിടുന്നത് മൂലം വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്ന് ബൈക്ക് യാത്രികനായ ഒരാൾ ADV ന്യൂസിനോട് പറഞ്ഞു. ഓട്ടോയിലും ബൈക്കിലും എല്ലാം കൊണ്ട് വേസ്റ്റുകൾ കളയുക, ഈ കന്നാലി ഇറക്കുന്നതിൻ്റെ വേസ്റ്റുകൾ കൊണ്ട് തള്ളുക, ഇതിലെ പിള്ളേർക്ക് നടക്കണ്ട, അങ്ങനെയുള്ള ഭയങ്കര ശല്യം. ഇത് അഞ്ചൽ തടിക്കാട് റോഡാണ്. പിന്നെ ഈ സ്ഥലത്ത് നിത്യവും വേസ്റ്റ്, കന്നാലി ഇറക്കുന്നതിൻ്റെ വേസ്റ്റും കോഴിയുടെ വേസ്റ്റും എല്ലാം കൊണ്ട് തള്ളുന്നുണ്ട്. വലിയ ശല്യം, ജനങ്ങൾക്ക് നടക്കാനും വലിയ അസുഖം, പട്ടികളുടെ ശല്യവും മറ്റ് എല്ലാ വിധത്തിലുമുള്ള ശല്യങ്ങളാണ്.
പിള്ളേർക്കും നടക്കാൻ സ്കൂൾ കുട്ടികൾക്കും എല്ലാവർക്കും സ്ത്രീകൾക്കും എല്ലാം വലിയ പ്രയാസം ഏറിയൊരു സ്ഥലമാണ് ഇതാണ് ഈ സംഭവം. അധികൃതരുടെ ഭാഗത്തുനിന്ന് അതിനുള്ള നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ പറയാറുണ്ട്, പക്ഷേ ഇന്ന് വരെ ഒരു നടപടിയുമില്ല. ജനവാസം അധികമില്ലാത്ത പ്രദേശങ്ങൾ മുതലാക്കിയാണ് മാലിന്യ നിക്ഷേപം വർദ്ധിക്കുന്നത്. രാത്രിയുടെ മറവിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ജനങ്ങളുടെ ആരോഗ്യത്തിനും ഭീഷണിയായിരിക്കുകയാണ്. നിരവധി പാരിസ്ഥിതിക പ്രശ്നങ്ങളാണ് ഇതുവഴി സൃഷ്ടിക്കപ്പെടുന്നത്. സമീപത്തായി തന്നെ മറ്റൊരു ഇറച്ചിവെട്ട് കടയും ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു. അഞ്ചൽ മേഖലയിലുടനീളം കോഴി വേസ്റ്റ് നിക്ഷേപം ഒരു സ്ഥിരം കാഴ്ചയായി മാറുന്ന അവസ്ഥയുമാണ്. എന്തായാലും ജനദ്രോഹപരമായ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് തടയിടാൻ അധികൃതർ നടപടി സ്വീകരിക്കുന്ന പ്രതീക്ഷയിലാണ് സമീപവാസികൾ. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഗസ്ത്യക്കൂട് അങ്കണവാടിക്ക് സമീപം കടന്നൽക്കൂട്. പരിഭ്രാന്തിയോടെ പ്രദേശവാസികൾ. അഗസ്ത്യക്കോട് അങ്കണവാടിയിൽ നിന്നും ലക്ഷം വീട് കോളനിയിലേക്ക് പോകുന്ന വഴിയിൽ അറക്കടന്നലിന്റെ ശല്യം മൂലം പരിഭ്രാന്തിയിലായിരിക്കുകയാണ് പ്രദേശവാസികൾ. 1 മാസത്തോളമായി അറക്കടന്നൽ കൂടുകൂട്ടിയിട്ട്. ഇവ ഇളകിക്കഴിഞ്ഞാൽ കൂട്ടത്തോടെയുള്ള ആക്രമണം മൂലം മരണം വരെ സംഭവിക്കാവുന്നതാണ്. വഴിയാത്രക്കാർക്കും ഇത് ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. കുട്ടികൾ ഉൾപ്പെടെ ഇവയുടെ അക്രമം ഭയന്ന് ഭീതിയോടെയാണ് ഇതുവഴി കടന്നു പോകുന്നതെന്ന് പ്രദേശവാസിയായ ഒരാൾ പറഞ്ഞു. ഇത് എത്ര നാളായത്? ഇവിടെ ഇപ്പോൾ ഒരു മാസത്തോളം കഴിഞ്ഞു. 1 മാസത്തോളമായി കണ്ടിട്ട്. അതിന് മുന്നേ ഉണ്ട്. എന്ത് കടന്തലാണെന്നറിയോ? അത് എന്ത് കടന്തലാണെന്ന് അറിയാൻ വയ്യ. സാധാരണ എല്ലാവരും പറയുന്ന അറക്കടന്തലെന്നാണ് പറയുന്നത്. അത് കുത്തിയാൽ അപ്പോഴേ മരിക്കുമെന്നാണ് പറയുന്നത്. ഇവിടെ നമ്മളെ അങ്കൻവാടിയുടെ അടുത്ത് കുട്ടികളും ആൾക്കാരും ഒക്കെ ഉള്ള സ്ഥലമാണ്. ഇവിടെ എപ്പോഴും കുട്ടികളും ആൾക്കാരും വന്ന് ധാരാളം ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു വലിയ ആൾക്കാർക്ക് ഭീതിയായിട്ടാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പരാതി ഞങ്ങൾ ഫയർഫോഴ്സിന്മാരും മറ്റും അധികാര സ്ഥാപനങ്ങളിലെല്ലാം ഞങ്ങൾ പരാതി കൊടുത്തായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് യാതൊരു റിപ്പോർട്ടോ അവർ വന്ന് കാണുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് ഇതൊരു അഞ്ചൽ മേഖലയിൽ കടന്നൽ കുത്തേറ്റ് സംഭവിച്ചിട്ടുള്ള നിരവധി അപകടങ്ങൾ മുൻപും ഉണ്ടായിട്ടുണ്ട്. കാറ്റടിച്ചോ മറ്റോ ഇവ ഇളകുകയാണെങ്കിൽ വൻ അപകടമാവും ഉണ്ടാകാനിടയുള്ളത്. സ്കൂളിലേക്ക് ഇതുവഴി തങ്ങളുടെ കുട്ടികളെ എന്തു ധൈര്യത്തിലാണ് പറഞ്ഞുവിടുന്നത് എന്ന് രക്ഷകർത്താക്കളും ചോദിക്കുന്നു. എന്തായാലും പ്രദേശവാസികളെ പരിഭ്രാന്തിയിലാഴ്ത്തി നിലകൊള്ളുന്ന ഈ കടന്നൽക്കൂട് നശിപ്പിക്കാൻ ആരെങ്കിലും തയ്യാറായി വരുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ തഴമേൽ കുട്ടൻകര ഏലാ റോഡിനായി 20 ലക്ഷത്തോളം രൂപ അനുവദിച്ചെങ്കിലും KSEBയുടെ പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാത്തതിനാൽ റോഡ് പണി വൈകുന്നു. അഞ്ചൽ തഴമേൽ കുട്ടൻകര ഏലാ റോഡിനായി MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 15 ലക്ഷവും ബ്ലോക്ക് പഞ്ചായത്ത് 5 ലക്ഷവുമാണ് അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ റോഡ് ആരംഭിക്കുന്ന ഭാഗത്ത് കലങ്ക് നിർമ്മിക്കേണ്ടതുണ്ട്. കലങ്ക് നിർമ്മിക്കാനായി KSEBയുടെ പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാൻ വാർഡ് മെമ്പറും അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഗിരിജ തമ്പിയുടെ നേതൃത്വത്തിൽ തുക കെട്ടിവെക്കുകയും ചെയ്തു. എന്നാൽ പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാതിരിക്കാൻ ചിലർ ഇടപെട്ട് സ്റ്റേ വാങ്ങി. ഇതിനാൽ റോഡ് പണി ആരംഭിക്കാനാകാത്ത അവസ്ഥയിലുമാണ്. 200ഓളം കുടുംബങ്ങൾക്ക് ആശ്രയമാകുന്ന റോഡ് നിർമ്മിക്കാനായി തടസ്സങ്ങൾ നീക്കണമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗിരിജ തമ്പി പറഞ്ഞു. ഒരു 5 ലക്ഷം രൂപയോളം നമ്മുടെ ബ്ലോക്കിൽ നിന്നും ഒരു കലങ്ങിന് വേണ്ടി അനുവദിച്ചതാണ്. 2 വർഷത്തിന് മുമ്പ് ഈ റോഡ് ഈ നാട്ടുകാരും ഞങ്ങളും എല്ലാം കൂടെ ശ്രമഫലമായിട്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഇതിവിടെ വെട്ടിയത്. ഇപ്പോൾ ഈ കലങ്ങില്ലാത്തത് കൊണ്ട് നമുക്കിപ്പോൾ ഒരു വണ്ടി പോകാനോ ഒന്നും പറ്റാത്തൊരവസ്ഥയാണ്. നമുക്കിപ്പോൾ 5 ലക്ഷം രൂപ ബ്ലോക്കിൽ നിന്ന് അനുവദിച്ചിട്ട് അത് ചെയ്യണമെങ്കിൽ ഇപ്പം നമ്മൾ എസ്റ്റിമേറ്റ് എടുത്ത് കൊടുക്കുകയും പോസ്റ്റ് മാറ്റിയിടുന്ന ഒരു പദ്ധതി വന്നു. അപ്പോൾ പോസ്റ്റ് മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് 6 മീറ്ററിൽ ഒരു കലം കൂടെ സ്ഥാപിക്കാൻ പറ്റുകയുള്ളൂ. പോസ്റ്റ് മാറ്റുന്നതിന് വേണ്ടി നമ്മൾ എസ്റ്റിമേറ്റ് എടുത്ത് എഞ്ചിനീയറെ കൊണ്ട് എസ്റ്റിമേറ്റ് എടുത്ത് നമ്മൾ പഞ്ചായത്തിൽ പൈസ അടയ്ക്കുന്നതിന് വേണ്ടി കൊടുക്കുകയും ചെയ്തു. പക്ഷേ പൈസ ഒരു പ്രാവശ്യം കൊണ്ടുവന്ന് പൈസ അടച്ചപ്പോൾ അവർ പൈസ അടയ്ക്കാൻ കൊണ്ടുവന്നപ്പോൾ വാങ്ങിച്ചില്ല, എന്തോ പരാതിയാണെന്ന് പറഞ്ഞ് തിരിച്ചു കൊണ്ടുപോയി. രണ്ടാമത് ഇന്നത്തെ ദിവസം നമ്മൾ പൈസ കൊണ്ടുവന്ന് അടയ്ക്കുകയും ചെയ്തു. അടച്ച് രസീത് വാങ്ങിച്ചതിന് ശേഷം ഏതോ ഒരു വ്യക്തിയുടെ പരാതിയുടെ പേരിൽ അത് തിരിച്ച് പഞ്ചായത്ത് സെക്രട്ടറിക്ക് തിരിച്ച് കൊടുക്കുകയും ചെയ്തു. കുട്ടൻകര ഏലാ റോഡ് യാഥാർത്ഥ്യമായാൽ ഇവിടുത്തെ 200ഓളം കുടുംബങ്ങൾക്കാണ് പ്രയോജനം ചെയ്യുക. റോഡ് നിർമ്മാണത്തിലെ തടസ്സങ്ങൾ നീക്കിയില്ലെങ്കിൽ സമരരംഗത്തിറങ്ങുമെന്ന് നാട്ടുകാർ പറയുന്നു. നമ്മൾക്ക് കുഞ്ഞു കുട്ടി സാധ്യത ഉള്ളത് പാതിരാത്രിക്കും വെളുപ്പങ്ങാലത്തൊക്കെ എന്തെങ്കിലും ഒരു അസുഖം വന്ന് എങ്ങനെ പോകും? ഞങ്ങൾ കഷ്ടപ്പെട്ട് ഈ റോഡ് ഇവിടെ കൊണ്ടുവരുത്തിയതാ. അന്നേരം ഇപ്പം ഇങ്ങനെ പണക്കാർക്ക് മാത്രമേ ജീവിച്ചാൽ മതിയോ? പാവങ്ങൾ ഞങ്ങൾ കഷ്ടപ്പെട്ട എല്ലാം നേരം വെളുത്തിറങ്ങിപ്പോവും. ഈ സൈസ് കുഞ്ഞുങ്ങളെയും കൊണ്ട് ആ പെങ്കൊച്ചുങ്ങളെങ്ങനെ പോകും? വണ്ടി വരാനോ എടുക്കാനോ ഒന്നിനും പറ്റത്തില്ല. നിലവിൽ 1 വർഷമായി ഇപ്പം നിലവിൽ റോഡ് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് റോഡ് വന്നു ഒന്ന് പേരേ ഉള്ളൂ. ഞങ്ങൾ കുഞ്ഞുങ്ങൾ 2 എൻ്റെ അനിയത്തിമാരും അനിയനും ചത്തുപോയി. അപ്പോൾ ഈ റോഡ് ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ മരിക്കത്തില്ലായിരുന്നു. പക്ഷേ ഈ റോഡ് വന്ന ശേഷം
ഇപ്പം ഞങ്ങൾക്ക് ഇത് കുഞ്ഞുങ്ങളെ പോലും കൊണ്ടുപോകാൻ ഒക്കാതിരിക്കുകയാണ്. അതിന് തീരുമാനം ഉണ്ടാവണമെന്ന് എല്ലാവരും പ്രത്യേകമായിട്ട് അപേക്ഷിക്കുന്നത് തന്നേ തട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞങ്ങളിത് മറിച്ച് ഞങ്ങൾ ഒന്നീ മണ്ണിടുവോ അല്ലെങ്കിൽ കല്ലിടുവോ ചെയ്യും. അതിന് ഇനി ആര് തടഞ്ഞിരുന്നാൽ ഞങ്ങൾ ചെയ്യും. വരുന്നവൻ്റെ മുട്ടുകാൽ തല്ലി ഓടിക്കുകയും ചെയ്യും. KCB അധികൃതർ പോസ്റ്റ് മാറ്റി സ്ഥാപിക്കാതിരിക്കാൻ കൈക്കൂലി വാങ്ങിയതായും നാട്ടുകാർ ആരോപിക്കുന്നു. മുന്നേ ഞങ്ങളുടെ മെമ്പർ കൊണ്ടുവന്ന് കാശ് അവിടെ അടയ്ക്കാൻ കൊണ്ടുവന്നപ്പം പറ്റത്തില്ലെന്നും പറഞ്ഞ് പല പ്രാവശ്യം ഇവിടെ വരികയും ഇലിസിറ്റി ഓഫീസിൽ നിന്ന് അനു സബ് എഞ്ചിനീയരെല്ലാം വന്ന് ഈ പോസ്റ്റ് നോക്കി മാറ്റാമെന്നെല്ലാം നോക്കിയിട്ട് പോവുകയും ഈ അപ്പുറത്തെ വസ്തുവിൻ്റെ ഉടമസ്ഥൻ്റെ വീട്ടിൽ ചെല്ലി അവിടെ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പറഞ്ഞ് ഇത് മാറ്റാൻ പറ്റത്തില്ല, എന്തുണ്ട് കാര്യമെന്ന് നമ്മൾ ചോദിച്ചു. PWD റോഡിൽ കിടക്കുന്ന പോസ്റ്റ് മാറ്റാൻ സർക്കാരിന് പറ്റത്തില്ല, ഒരു സ്വകാര്യ വ്യക്തിയുടെ അയ്യത്താണെങ്കിൽ ശരിയാണ്. ഞങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളായിട്ട് ഇതിലൊരു വാഹനത്തിന് പോകാനായിട്ട് ഈ പോസ്റ്റ് മാറ്റി ഇവിടെ കലങ്ങും തരാൻ പറ്റത്തില്ല. അതാണ് ഇവിടുത്തെ പണക്കാരൻ്റെ ഏർപ്പാട്. ഇതാ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറടുത്ത് പറഞ്ഞ് ഞങ്ങൾ ഇതൊരു കലങ്ങ് ഉണ്ടാക്കി തന്നേ പറ്റൂ, അല്ലെങ്കിൽ ഞങ്ങൾ നിത്യവും ഇതിനകത്ത് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും. പഞ്ചായത്ത് ബാക്കിൽ ഞങ്ങൾ ധാരണ ഈ കുടുംബത്തോടെ മൊത്തം ഞങ്ങളവിടെ കിടക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. സ്വകാര്യ വ്യക്തി സമീപത്തായി വയൽ നികത്തി കെട്ടിടങ്ങൾ നിർമ്മിച്ചതിനെതിരെ നാട്ടുകാർ രംഗത്തെത്തിയതിനാലാണ് 200ഓളം കുടുംബങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന റോഡ് നിർമ്മാണം തടയാൻ ചിലർ ശ്രമം നടത്തുന്നതെന്നും ആരോപണമുണ്ട്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ADV ന്യൂസിൽ ഇനിയൊരു ഇടവേള. ഗാലക്സി വിമൻസ് ഫിറ്റ്നസ് സെന്റർ ഇപ്പോൾ അഞ്ചലിൽ. ഗാലക്സി AC ലേഡീസ് ഫിറ്റ്നസ് സെന്റർ, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. ഫുള്ളി എയർ കണ്ടീഷൻ ഫിറ്റ്നസ് സെന്ററിൽ ഓട്ടോമാറ്റിക് ആൻഡ് മാനുവൽ മെഷീൻസിന്റെ സഹായത്തോടെ നിങ്ങളുടെ പൂർണ്ണമായ ആരോഗ്യത്തിനാണ് ഞങ്ങൾ ലക്ഷ്യമിടുന്നത്. അമിതവണ്ണം മൂലം വിഷമിക്കുന്നവർക്കും പ്രസവാനന്തരം വയറിന്റെ ഭംഗി നഷ്ടപ്പെട്ടവർക്കും കൂടാതെ ശരീരഭാരം കുറഞ്ഞവർക്ക് ശരീരം പുഷ്ടിപ്പെടുത്തി ശരീരകാന്തി വർദ്ധിപ്പിച്ച് ഓജസ്സും തേജസ്സും വീണ്ടെടുക്കുവാൻ ഞങ്ങൾ നിങ്ങളെ സഹായിക്കുന്നു. വെറും 3 മാസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ അസൂയ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള മാറ്റമുണ്ടാകുമെന്ന് ഞങ്ങൾ ഉറപ്പു തരുന്നു. വിദേശ നിർമ്മിതമായ തികച്ചും അണുവിമുക്തമായ ഫുൾ കവേർഡ് സ്റ്റീം ബാത്ത് ബോക്സ് ഫെസിലിറ്റിയോട് കൂടിയ ജില്ലയിലെ ആദ്യ ലേഡീസ് ഫിറ്റ്നസ് സെന്റർ. അഡ്മിഷൻ ഫീസ് ഇല്ല. ഗ്രൂപ്പ് അഡ്മിഷന് പ്രത്യേക ആനുകൂല്യങ്ങൾ, യോഗയുമായി ബന്ധപ്പെടുത്തിയുള്ള പ്രത്യേക ഫിറ്റ്നസ് പാക്കേജ്, ഡോക്ടർമാരുടെ സേവനം ഞങ്ങളുടെ മാത്രം പ്രത്യേകത. ഗാലക്സി AC ലേഡീസ് ഫിറ്റ്നസ് സെന്റർ, കോളേജ് ജംഗ്ഷൻ, അഞ്ചൽ. എ കംപ്ലീറ്റ് ലക്ഷറി ലേഡീസ് ജിം. നിങ്ങളുടെ ആരോഗ്യം ഞങ്ങളിലൂടെ. ചേഞ്ച് യുവർ ലൈഫ്. ഗാനം ടെക്സ്റ്റൈൽസ്, അഞ്ചൽ. തെക്കൻ കേരളത്തിൽ വിലക്കുറവിന് പേരുകെട്ട വസ്ത്രവ്യാപാരശാലകൾ. ഗാനം ടെക്സ്റ്റൈൽസ്, അഞ്ചൽ. ഗാനം സാരീസ്, മെഗാ ഡിസ്കൗണ്ട് സെയിൽ. എല്ലാ വസ്ത്രങ്ങൾക്കും എന്നും അതിശയിപ്പിക്കുന്ന വിലക്കുറവുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഗാനം ടെക്സ്റ്റൈൽസ്, അഞ്ചൽ. പരസഹായത്തോടെ മാത്രം ജീവിച്ചിരുന്ന അനേകം രോഗികളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിന്റെ ചാരിതാർത്ഥ്യത്തോടെ ശ്രീവിനായക ഫിസിയോതെറാപ്പി സെന്റർ, സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. ഫോൺ 9495042901. വാതം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പക്ഷാഘാതം, തളർവാദം, സന്ധിവാദം, ആമവാദം, രക്തവാദം, ചുടുവാദം, പേശിവാദം, ടെന്നിസ് എൽബോ, ഫൈബ്രോമയാൽജിയ, സെറിബ്രൽ പാലസി, സ്പൈന ഫൈബിഡ, സിറിഞ്ചോമൈലിയ, സ്പൈനൽ കോഡിനുണ്ടാകുന്ന തകരാറുകൾ എന്നിവയ്ക്ക് പരിഹാരം. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഫിസിയോതെറാപ്പിസ്റ്റ് S. ലജീഷിന്റെ പരിചയസമ്പന്നതയും സമർപ്പണവും. ശ്രീവിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. വാർത്തകൾ തുടരുന്നു. അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ശാരീരിക വൈകല്യമുള്ള 2 വിദ്യാർത്ഥിനികളെ പറ്റി ADV ന്യൂസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനികളാണ് തൃശൂർ സ്വദേശിനി അലീഷയും അഗസ്തിക്കോട് സ്വദേശിനി ഫാത്തിമയും. ഇരുവരും വൈകല്യങ്ങളോട് പടവെട്ടിയാണ് ഇതുവരെയും പഠനം നടത്തിയത്.
സ്വന്തമായി എഴുന്നേറ്റ് നടക്കാനോ ഒന്ന് ചലിക്കാനോ കഴിയില്ല അലീഷയ്ക്ക്. ചിത്രകലയിലും തുണിനെയ്ത്തിലും അലീഷയ്ക്ക് പ്രാവീണ്യമുണ്ട്. അലീഷയുടെ ഉമ്മ ആസിയ സ്കൂൾ തുടങ്ങി വൈകുന്നേരം സ്കൂൾ അടയ്ക്കുന്നതുവരെയും മകൾക്ക് കൂട്ടായി എപ്പോഴും കൂടെ തന്നെ കാണും. അഞ്ചലിൽ ഫിസിയോതെറാപ്പി ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഈസ്റ്റ് സ്കൂളിൽ അഡ്മിഷൻ എടുത്തത്. ഇവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി സ്കൂൾ അധികൃതർ തന്നെ അധ്യാപകരുടെ ചിലവിൽ ഒരു വീൽ ചെയർ വാങ്ങി. എന്നാൽ ഒരു വീൽ ചെയർ തന്നെയാണ് രണ്ടുപേരെയും കൊണ്ടുപോകാനായി ഉപയോഗിക്കുന്നത്. മാത്രമല്ല ഇവർക്ക് വേണ്ടി പ്രത്യേക സജ്ജമാക്കിയ ഒരു ടോയ്ലറ്റ് ആവശ്യമായുണ്ട്. എന്നാൽ നിലവിലുള്ള ടോയ്ലറ്റിൽ ഒരെണ്ണം വൃത്തിയാക്കിയെടുക്കുകയാണെങ്കിൽ ഇവർക്ക് ഉപയോഗപ്രദമായി എടുക്കാൻ സാധിക്കും. ഈ കുട്ടികളുടെ അവസ്ഥ മനസ്സിലാക്കി സ്കൂളിലെ +2 വിദ്യാർത്ഥികൾ വീൽ ചെയർ സുഗമമായി കടന്നുപോകാനുള്ള സംവിധാനം ഒരുക്കി കൊടുത്തു. ക്ലാസ്സിലെ മറ്റു കൂട്ടുകാരും ഇരുവരെയും സ്കൂളിൽ നിന്നും കൊണ്ടുപോകാനും മറ്റും സഹായിക്കാറുണ്ട്. 2 കുട്ടികൾക്കും കൂടി ഒരു വീൽ ചെയർ മാത്രമുള്ളതിനാൽ വൈകുന്നേരം ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോകാൻ കയറ്റുന്നതും വളരെ ബുദ്ധിമുട്ടിയാണ്. സ്കൂളിൽ എത്തും വരെ മറ്റു കുട്ടികളുടെ സമീപനം എങ്ങനെയായിരിക്കുമെന്നതിൽ പേടിയുണ്ടായിരുന്നു എന്നും സ്കൂളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അത് മാറിയെന്നും അലീഷയുടെ മാതാവും പറഞ്ഞു. എൻ്റെ നാട് തൃശ്ശൂരായിരുന്നു. ഞാനിവിടെ എൻ്റെ മോളുടെ ചികിത്സയ്ക്കായിട്ട് വന്നതാണ്. ഇവിടെ ഈസ്റ്റിൽ ചേർത്തി പഠിക്കാൻ പോകാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. എടുത്തുകൊണ്ടാണ് പോണത്. ഇവിടെ വേറൊരു കുട്ടിയും കൂടെ ഉണ്ട്. 2 പേർക്കും കൂടെ വീൽ ചെയർ ഒന്നേ ഉള്ളൂ. അപ്പോൾ വലിയ ബുദ്ധിമുട്ടാണ്. അവരുടെ നല്ല സപ്പോർട്ടാണ്. ഇവിടെ വന്നപ്പോൾ അവർ നല്ല സഹകരണമാണ്. ടീച്ചേഴ്സും കുട്ടികളെല്ലാവരും സാറന്മാരൊക്കെ നല്ല സഹകരണമാണ്. സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും നല്ല പിന്തുണയുണ്ടെങ്കിലും വൃത്തിയുള്ള ഒരു ടോയ്ലറ്റും ഒരു വീൽ ചെയറും കൂടി അധികൃതർ ഉറപ്പാക്കി കൊടുക്കേണ്ടതാണ്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കോക്കാട് നിന്നും കൊട്ടാരക്കരയിലേക്ക് പോകുന്ന പാതയിൽ സ്ഥിതി ചെയ്യുന്ന മേലില പാലം അപകടാവസ്ഥയിൽ. പാലത്തിന്റെ കൈവരികൾ ഇടിഞ്ഞ നിലയിൽ. 1980-ൽ ആർ ബാലകൃഷ്ണപിള്ള വിദ്യുശക്തി മന്ത്രിയായിരുന്നപ്പോൾ നാടിനു വേണ്ടി സമർപ്പിച്ചതാണ് മേലില പാലം. 35 വർഷം പഴക്കമുള്ള പാലം ഇന്ന് അപകടാവസ്ഥയിലാണ്. പൊട്ടിക്കീറിയ കോൺക്രീറ്റ് കൈവരികളും വാഹനമിടിച്ചു തെറിപ്പിച്ച പാലത്തിന്റെ അവശിഷ്ടങ്ങളും നമുക്കിവിടെ കാണാൻ സാധിക്കും. പാലത്തിന്റെ ദയനീയ അവസ്ഥയെപ്പറ്റി പ്രദേശവാസിയായ ഒരാൾ ADV ന്യൂസിനോട് പറഞ്ഞു. കൺജസ്റ്റഡ് വളരെ ഇടുങ്ങിയൊരു പാലമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. വെള്ളം വന്നിട്ട് ഇത്രയും ഉയർന്നിട്ട് ഇതിനകത്ത് ഇങ്ങനെ ചുഴി വന്നിട്ട് പോകുമ്പോൾ ഞങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുക. ഞാനും ശിവരാമുള്ള ചേട്ടൻ നമ്മളെ മരിച്ചുപോയി. അദ്ദേഹം ഞങ്ങൾ രണ്ടുകൂടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ബസ് വന്ന് ഇവിടെ ഫ്രണ്ട് വീല് ഇങ്ങോട്ട് കയറിയിട്ട് അവിടെ പൊട്ടുവന്നാണ്. അപ്രോച്ച് റോഡ് പൊട്ടുവന്നായിരുന്നു പ്രതീക്ഷ. പാലം പോകുന്നൊരു പ്രതീക്ഷയില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എളുപ്പം അങ്ങ് പോവും എന്ന് പറഞ്ഞ് അങ്ങനെ വണ്ടി അങ്ങ് പോയി. ഞാനും ശിവരാമുള്ളയും കൂടെ അവിടെ വരെ പോയപ്പം ടപ്പ് എന്നൊരു ശബ്ദം കേട്ട് പാലം അങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് 80-ലാണ് ഇതിൻ്റെ ഉദ്ഘാടനം നടന്നത്. ഉദ്ഘാടനം നടന്നതിന് ശേഷം ഇതിൻ്റെ ഡാമേജ് എന്ന് പറയുന്നത് ഇവിടെ അടുത്തൊരു വീട്ടിൽ അന്ന് ഈ മദ്യ വ്യവസായം ഉണ്ടായിരുന്നു. കൊട്ടാരക്ക ഉള്ള ഒരു പ്രമുഖ നേതാവ് അന്ന് അവിടെ നിന്ന് വന്ന് മദ്യപിച്ചിട്ട് കൊണ്ടുവന്ന് ഇടിച്ച് ഇവിടെ ഈ ഒരു കെട്ടുണ്ടായതുകൊണ്ട് മാത്രം മറിയാതെ പോയതാണ്. ഒരു RSP നേതാവായിരുന്നു അന്നിപ്പോൾ അദ്ദേഹം ഇവിടെ അന്ന് എനിക്കറിയത്തില്ല. അതാണ് ഈ സംഭവം. ആയിട്ട് അപകടകരമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത് പുനർനിർമ്മിക്കാൻ PWDയോ പഞ്ചായത്തോ അതിൻ്റെ ബന്ധപ്പെട്ട ഒരു അധികൃതരും അത് ശ്രമിച്ചിട്ടില്ല. അവരുടെ കയ്യിൽ നിന്ന് കോമ്പൻസേഷൻ വാങ്ങിക്കാനുള്ള ശ്രമം പോലും നടന്നിട്ടില്ല എന്നുള്ളത്. പക്ഷേ ഇന്ന് വരെയും അന്ന് അവരുടെ കയ്യിൽ നിന്ന് കോമ്പൻസേഷൻ വാങ്ങിക്കാനുള്ള ശ്രമവും ഇത് പുനർനിർമ്മിക്കുന്നതിനുള്ള ശ്രമവും ഇതുവരെയും ഉണ്ടായിട്ടില്ല. കൈവരികൾ പൊട്ടിപ്പൊളിഞ്ഞതോടെ ഏതു നിമിഷവും ഇവ നിലം പൊത്താം. വർഷങ്ങൾ പലതു കഴിഞ്ഞിട്ടും പാലത്തിൽ അറ്റകുറ്റപ്പണികൾ പോലും ചെയ്യാൻ ആരും തയ്യാറാകുന്നില്ല എന്നും ആക്ഷേപമുണ്ട്. പാലത്തിന്റെ വശങ്ങളിൽ ആൽമരങ്ങൾ ഉൾപ്പെടെയുള്ള മരങ്ങൾ വളർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് പാലത്തിന്റെ ബലത്തെ തന്നെ ബാധിക്കുന്നതാണ്. വാഹനം ഇടിച്ചു തെറിപ്പിച്ച കൈവരി പോലും നന്നാക്കാൻ അധികൃതർ ശ്രമിക്കാത്തത് പ്രദേശവാസികളുടെ രോഷപ്രകടനത്തിനും ഇടയാക്കി. പാലത്തിനു താഴെ അഗാധ താഴ്ചയായതിനാൽ അത് അപകട ഭീഷണി ഉയർത്തി നിലകൊള്ളുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ചക്കുവരയ്ക്കലിൽ നിന്നും കൊട്ടാരക്കരയ്ക്ക് പോകുന്ന പാതയിൽ പലയിടത്തും റോഡ് പൊളിഞ്ഞ അവസ്ഥയിൽ. ഇരുചക്ര വാഹനങ്ങൾ പോലും കടന്നു പോകുന്നത് ഏറെ ബുദ്ധിമുട്ടി. ചക്കുവരയ്ക്കൽ നിന്നും കൊട്ടാരക്കരയിലേക്ക് പോകുന്ന പാതയിൽ പലയിടത്തും റോഡുകൾ തകർന്ന നിലയിലാണ്. മഴ പെയ്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ ഇരുചക്ര വാഹനയാത്ര പോലും ദുസ്സഹമായ സ്ഥിതിയാണ്. 2 വാഹനങ്ങൾ നേർക്കുനേർ പോകാൻ തന്നെ കഴിയാത്ത സ്ഥിതിയിലുമാണ്.
ദിനംപ്രതി കൊട്ടാരക്കരയിലേക്ക് പോകേണ്ട KSRTC ബസ്സുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് ഈ പാതയിലൂടെ കടന്നുപോകുന്നത്. റോഡിന്റെ ദയനീയ സ്ഥിതിയെപ്പറ്റി ഒരു പ്രദേശവാസിയും പറഞ്ഞു. മിനിറ്റ് ഇടവിട്ട് ഇഷ്ടംപോലെ വണ്ടി വന്നോണ്ടിരുന്ന് ഒരു നിയമനം നടക്കുന്നില്ല. ഇങ്ങനെയൊക്കെ നടക്കുന്ന എന്നും ഇത് കുഴിയാ കൊണ്ടുപോകും ആയിട്ട് കിടക്കുക. ഇതിനേക്കായി കഷ്ടമായിട്ട് കിടക്കുന്ന അപ്പുറത്തെ റോഡുണ്ട്. അതും ഇതിനെ നടക്കാൻ പോലും ഒക്കാത്ത രൂപത്തിൽ ചാരുമുടിയിലോട്ടുള്ള റോഡും ദുരിതമാണ്. ഇതും ഇത് തന്നെ അവസ്ഥ. ഇവിടെ വെള്ളക്കെട്ട് ആളുകൾക്ക് പോലും വണ്ടി വന്നാലോ നടക്കാനോ ഒക്കാത്ത രൂപത്തിൽ കിടക്കുക, കുഴിയായിട്ട് കിടക്കുക. വെള്ളം എപ്പോഴും ശല്യമായിട്ട് കിടക്കുക. ആരും തിരിഞ്ഞു നോക്കുന്നില്ല. അധികൃതർ കണ്ടിട്ട് ഒന്നും പരിഗണിക്കുന്നില്ല ഒന്നിനും. ചക്കുവരയ്ക്കലിലെ തന്നെ മറ്റൊരു പാതയിൽ ടാറിംഗ് ഭാഗികമായി മാത്രമേ ചെയ്തിട്ടുള്ളൂ. മാത്രമല്ല ബാക്കിയുള്ള ഭാഗം കാട്ടുവഴിക്ക് സമാനമായതാണ്. ചക്കുവരയ്ക്കൽ വില്ലേജ് ഓഫീസിലേക്ക് പോകാനുള്ള സമാന്തര പാത കൂടിയാണിത്. തകർന്നു കിടക്കുന്ന ഈ പാതയിലൂടെ ADV ന്യൂസിന്റെ വാഹനം വളരെ പണിപ്പെട്ടാണ് ഇറങ്ങിയത്. ചക്കുവരയ്ക്കൽ പ്രദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇത്തരം റോഡുകൾ നമുക്ക് കാണാൻ കഴിയും. ടാർ ചെയ്തതും വികസനമെത്താത്തതും പൊട്ടിപ്പൊളിഞ്ഞതുമായ ഇത്തരം റോഡുകൾ ഇവിടുത്തെ മുഖമുദ്രയായി മാറിക്കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അഞ്ചലിൽ കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ കാറ്റിൽ പറത്തി നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ വ്യാപകമാകുന്നു. നടപടി സ്വീകരിക്കേണ്ട അധികൃതർ നോക്കുകുത്തിയാകുന്നതായി ആക്ഷേപം. അഞ്ചലിൽ മോട്ടോർ വാഹന വകുപ്പിന്റെ മിന്നൽ പരിശോധന. നിരവധി വാഹനങ്ങൾ പിടിച്ചെടുത്തു. ചക്കുവരയ്ക്കൽ കൊട്ടാരക്കര പാതയിൽ പലയിടത്തും റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ നിലയിൽ. അഗസ്ത്യക്കോട് അങ്കണവാടിക്ക് സമീപം കടന്നൽക്കോട്. പരിഭ്രാന്തിയോടെ പ്രദേശവാസികൾ. കോക്കാട് കൊട്ടാരക്കര പാതയിലെ മേലില പാലം അപകടാവസ്ഥയിൽ. കൈവരികൾ ഇടിഞ്ഞ നിലയിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. ADV ന്യൂസിൽ വാർത്തകൾ കാണാം രാവിലെ 7:30, ഉച്ചയ്ക്ക് 12:30, വൈകിട്ട് 4:30, രാത്രി 10. ലോകത്തെവിടെ നിന്നും ADV ന്യൂസ് കാണുന്നതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.